നിങ്ങൾ ഫാമിലി റിലേഷൻഷിപ്പിൽ കടന്നു പോകുന്നു, അതിൽ വിവാഹബന്ധം, സെക്ഷൽ റിലേഷൻഷിപ്പ്, അത് പാപമല്ല, ദൈവത്താൽ അത് അംഗീകരിക്കപ്പെട്ടതായതുകൊണ്ട്. പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നമ്മളെ അകറ്റി നിർത്തുന്ന എന്തോ അതാണ് ഇത് പാപം. എന്നാൽ ദൈവത്താൽ സ്ഥാപിച്ച് മനുഷ്യന് വേണ്ടി ദൈവം നൽകപ്പെട്ടതായതുകൊണ്ട് അതൊരിക്കലും പാപപരമായ ബന്ധം അല്ല. ഹോളി. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധമായ ബന്ധത്തിൽ ജീവിപ്പാൻ ദൈവം പദവി തന്ന ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ നിന്ന് സ്തുതിച്ചാൽ ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കഴിയാൻ കർത്താവ്. ഇനി അടുത്ത കാര്യം ഞാൻ മുമ്പേ പറഞ്ഞത് ഒന്ന് പറയട്ടെ. വിവാഹ ബന്ധത്തിൽ മുമ്പേ ഞാൻ പറഞ്ഞതിലേക്ക് മടങ്ങി വരുന്നു. സെയിം സെക്സ് മാരേജ് ദൈവവചനം അപ്രൂവ് ചെയ്യുന്നില്ല. സ്ലൈഡ് നമ്പർ 6. ദൈവവചനം അപ്രൂവ് ചെയ്യുന്നില്ല. പുരുഷനും പുരുഷനുമായിട്ടോ സ്ത്രീയും സ്ത്രീയുമായിട്ടുള്ള ബന്ധം, വിവാഹം ദൈവവചനം സ്ട്രോങ് ആയി ഖണ്ഡിച്ചിരിക്കുകയാണ്. ചില വാക്യങ്ങൾ എന്നോടൊപ്പം നിങ്ങൾ വായിച്ച് എന്നെ സഹായിക്കും. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കും. Romans chapter 1:26-32. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗിലേൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക സ്വഭാവം വിരുദ്ധമാക്കിക്കൊണ്ട് അവരുടെ പുരുഷന്മാരിൽ സ്വാഭാവിക സ്ത്രീലോകം വിട്ട് അന്യോന്യം കാമം ചോദിച്ച് ആണോട് അവലക്ഷണമായിട്ട് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിപ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ പഠിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞത് തക്കവണ്ണം ദൈവം അവരെ ഉത്തരവില്ലാത്ത ചെയ്യാൻ നിർദ്ദിഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിരിഞ്ഞവർ, തുള്ളക്കാർ, ഏഷണിക്കാർ, ദൈവവിദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഇതെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവർ ആരാണ് പറഞ്ഞിരിക്കുന്നത്? മരണയോഗ്യർ. ഹൗ സീരിയസ്! പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരെ സാങ്ഷൻ ചെയ്യുകയും ചെയ്യും, അപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ തോമസ് ഇടുക്കി, ബോസ്റ്റണിലുള്ള തോമസ് ഇടുക്കി, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു നല്ല ഒരു കൗൺസിലർ, ഡയറക്ടർ ഓഫ് എ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ, ഡോക്ടർ തോമസ് ഇടുക്കി. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, വാസ്തവത്തിൽ പാസ്റ്റർക്ക് തന്നെ അറിയത്തില്ല പാസ്റ്ററുടെ ചർച്ചിൽ ആരാ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ തറപ്പിച്ച് പറഞ്ഞു, എന്റെ ചർച്ചിൽ ഇല്ലെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്, പക്ഷേ എന്റെ അനുഭവങ്ങൾ ചിലത് ഞാൻ പറയാമോ. അദ്ദേഹം ചില അനുഭവങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, ഈ വകക്കാരെ പാസ്റ്ററിന് സഭയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് അതിന്റെ പോരായ്മകളൊക്കെ പരസ്യമായിട്ട് പഠിപ്പിച്ചോണം. ഹീസ് ഡൂയിങ് ഇറ്റ്. പുള്ളി ഇപ്പൊ ന്യൂയോർക്കിലാണ് ഒരു സെമിനാർ നടത്തുന്നത്. അപ്പം ഇത് നമ്മൾ ഈ ദൈവസഭയിൽ ഇത് പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ നിങ്ങളാരും ചിന്തിക്കരുത് നമുക്ക് അയ്യോ, നോ നോ നോ, we need to learn it. വളരെ ക്ലിയറായി, പ്രത്യേകിച്ച് ഇതുപോലൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ വളരെ ക്ലിയറായി മനസ്സിലാക്കിക്കോണം. ഹോമോസെക്സ്വാലിറ്റിയോ ലെസ്ബിയനിസമോ, ചുരുക്കി പറഞ്ഞാൽ സെയിം സെക്സ് റിലേഷൻഷിപ്സ്, ദൈവം തമ്പുരാൻ വളരെ സീരിയസ് ആയി കാണുന്ന പാപമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരാരാണ്? മരണയോഗ്യം. 2 വേർഡുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന്, ആദ്യം ആ ഭാഗം പറഞ്ഞിട്ട് നാച്ചുറൽ ആയതിനെ, സ്വാഭാവികമായതിനെ അസ്വാഭാവികമായ നിലയിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ NIV ട്രാൻസ്ലേഷന് എല്ലായിടവും എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ചിലതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ 30-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, they invent ways of doing evil.
പുതുദോഷം എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുതുദോഷം അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: they invent ways to do evil. ഒരു പുതിയ പുതിയ പരിപാടികൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തോന്നാ? പാപം ചെയ്യാനായിട്ട്. ഇപ്പൊ തെറ്റാണെന്നറിയാം, എന്നിട്ട് മുമ്പേ വായിച്ചു നിർത്തിയതാണ്. എന്താണെന്നറിയാം? നോട്ട് ഓൺലി that they practice it, they encourage it. പാവപ്പെട്ട ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ, പെൺപിള്ളേരെ ആൺപിള്ളേരെയൊക്കെ ആ ട്രാപ്പിലേക്ക് അവർ വലിച്ചിടുകയാണ്, അതിൽ പെടുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്, അവർ ദൈവവചനത്തിലാണ് ആദ്യം മുതലേ വളർന്നു വന്നത്. എന്നാൽ ഇങ്ങനൊരു ദോഷമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ അവരെന്താ ചെയ്യുന്നത്? ആ ട്രാപ്പിലേക്ക് അവരെന്ത് ചെയ്യുന്നു? നാട്ടിലെ എയ്ഡ്സ് രോഗികൾ ഉണ്ടായപ്പോൾ അവർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തോ അറിയാം, ബസ് സ്റ്റാൻഡുകളിലൊക്കെ അത് മുട്ടുസൂചിയായിട്ട് നിൽക്കുമ്പോൾ ബസ്സിൽ കയറുന്ന ആളുകളെ അവരുടെ ദേഹത്തൊന്ന് കുത്തിയാൽ മുട്ടുസൂചിയുമായിട്ട് ആരും അറിയത്തില്ല, പോക്കറ്റടിക്കാർ ചെല്ലുന്ന പോലെ കുറെ കൊണ്ട് കുത്തു അന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കളഞ്ഞു. ഏതെങ്കിലും ബസ്സേ കയറാൻ തന്നെ പേടിയായിരുന്നു. ടാക്സിയൊക്കെ കൂടുതൽ എടുത്തിട്ടുള്ള സമയങ്ങളാണ്. കാരണം ബസ് സ്റ്റാൻഡിൽ നിന്നാൽ ഇത് കുത്തുമോന്നുള്ള പേടിയാണ്. നല്ല ആളുകൾ അടുത്ത് നിന്നാൽ പോലും സംശയമാണെന്ത്. ആദ്യം നോക്കുന്ന ഇവന്റെ കയ്യിൽ എന്തോ ഉണ്ടോന്നാ, മുട്ടുസൂചി ഉണ്ടോന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പെർവേർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവർ മറ്റുള്ളവരെ അതിലേക്ക് വലിച്ചിഴയ്ക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരും കൂടെയാണ് ഈ കൂട്ടം. അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് അത് തന്നെ പറഞ്ഞു പോകാൻ, അതല്ലല്ലോ നമ്മുടെ മെയിൻ വിഷയം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കും. 1 Corinthians 6:9 and 10. കറക്റ്റാ വായിച്ചു. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, ഹത്യാഗ്രഹികൾ, മദ്യപന്മാർ, പാപിഷ്ഠക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വളരെ ക്ലിയർ ആയി പറഞ്ഞിരിക്കുകയാണ്. Do not be deceived. Neither the sexually immoral, nor idolaters, nor adulterers, nor male prostitute, nor homosexual offenders, nor thieves, nor the greedy, nor drunkards, nor slanderers, nor swindlers will inherit the kingdom of God. വളരെ ക്ലിയർ ആയി പറഞ്ഞിരിക്കുകയാണ്. Anyone who practices homosexuality, same-sex relationship, shall not enter the kingdom of God. ദൈവരാജ്യത്തിൽ അവരെ പ്രവേശിക്കുകയില്ല. 1 Timothy chapter 1 verses 9 and 10. ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. വളരെ ക്ലിയർ ആയി അവിടെയും ഏതിനെ കണ്ടം ചെയ്തിട്ടുണ്ട്? അൺഹോളി ആയിട്ടുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പിനെ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവവചനത്തിന് വിരുദ്ധമായ സെക്ഷൽ റിലേഷൻഷിപ്പിനെ, ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല കേട്ടോ, പഴയ നിയമത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഭാഗം കൂടെ വായിച്ചിട്ട് ഒരു നമുക്ക് ലേവ്യ പുസ്തകം, അതിന്റെ ലേവ്യ പുസ്തകത്തിലേക്ക് വന്നിട്ട് ഒത്തിരി ഭാഗങ്ങളുണ്ട്, എങ്കിലും 1-2 വാക്യങ്ങൾ മാത്രം പഴയ നിയമത്തിൽ നിന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ചാട്ടെ. മറ്റൊരാൾ 18-ാം അധ്യായത്തിന്റെ 22-23 വാക്യം. സ്ത്രീയോടുകൂടെ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും എന്ത് ചെയ്തു? മ്ലേച്ഛത ചെയ്തു. എന്താ ശിക്ഷ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിൽ പലതും മരണശിക്ഷയ്ക്ക് വിധിച്ചത് പുതിയ നിയമത്തിൽ ഗ്രേസോടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഈ പാപം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്താ? ഒരുപോലെ ശിക്ഷാർഹമാണ്. എന്താ ശിക്ഷയാ? മരണശിക്ഷ. 18-22-23 കൂടെ വായിച്ചു. കറക്റ്റാ വായിച്ചു. ഞാൻ എന്താ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ സ്ത്രീയോട് കൂടെ എന്ന പോലെ ആരോട് ശയിക്കരുത്? പുരുഷനോട് കൂടെ ശയിക്കരുത്.
അതുപോലെ മൃഗങ്ങളോടും കൂടെ ഒരു സ്ത്രീ ശയിക്കാൻ അങ്ങനെ വന്നാൽ അവരെന്ത് ചെയ്യണമെന്നാണ്? ഒന്നേക്കണം. അത് നികൃഷ്ടം. അത് നികൃഷ്ടമാണ്, പെർവേർഷനാണ്. അപ്പൊ അതുകൊണ്ട് റെഫറൻസസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഇനിയുണ്ട്. അപ്പൊ സെയിം സെക്സ് മാരേജ് ദൈവം ഒരു കാരണവശാലും, ഇന്ന് ഇവിടെ നിന്ന് ദൈവത്തിനെ കേൾക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറയാം, ദൈവവചനത്തിൽ മരണശിക്ഷയ്ക്ക് യോഗ്യമായി പറഞ്ഞിരിക്കുന്നു ഒരു കാര്യത്തെയും നമ്മൾ അപ്രൂവ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദൈവസഭ ഇതിനെ സാങ്ഷൻ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നറിയാം? ദൈവസഭയുടെ പർപ്പസ് മനുഷ്യരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന് അവകാശിയാക്കുക എന്നുള്ളതാണ്, അല്ലെ? അതുകൊണ്ട് ദൈവസഭ ഒരു കാരണവശാലും ഇത് സാങ്ഷൻ ചെയ്യരുത്. മൂന്ന് കാരണത്താൽ ഇന്ന് ക്രിസ്തീയ സഭകൾ, കത്തോലിക്ക സഭകൾ, മറ്റ് പല സഭകളും സെയിം സെക്സ് മാരേജിനെ, ഗേ ബിഷപ്സിനെ, ഗേ പാസ്റ്റേഴ്സിനെ ശുശ്രൂഷയ്ക്കായിട്ട് എന്ത് ചെയ്തേക്കാം? ഓർഡൈൻ ചെയ്യുകയാണ്. ക്രിസ്തീയ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഭയും ഈ കാര്യത്തിൽ സാങ്ഷൻ ചെയ്യാൻ പാടില്ല. അതിന്റെ റീസൺ ഒന്ന്, ഇറ്റ് ഡിനൈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സെയിം സെക്സ് മാരേജ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ദൈവരാജ്യം ഡിനൈഡ് ആണ്. അവരെ ഇറ്റ് ലീഡ്സ് ടു ഡാമിനേഷൻ, അത് നാശത്തിലേക്ക് നയിക്കുന്നു. വായിച്ച വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, അല്ലെ? അടുത്തത്, ഈ ചർച്ച് വാസ്തവത്തിൽ എന്തിനാണ്? ഇറ്റ് എക്സിസ്റ്റ് ടു സേവ് പീപ്പിൾ. ആളുകളെ രക്ഷിക്കാനായിട്ടാണ് സഭ നിൽക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും സെയിം സെക്സ് മാരേജിനെ അപ്രൂവ് ചെയ്യുന്ന നിമിത്തം എന്താ സഭ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മേൽ വരുന്ന വലിയ ശിക്ഷാവധിയെ ബ്ലസ് ചെയ്യുക, വലിയ ശിക്ഷാവധി, വലിയ നരകം, അതിനെ സഭ എന്ത് ചെയ്യുക? ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കുക. മാത്രമല്ല, മാരേജിന്റെ പർപ്പസ് അറിയാത്തത് കൊണ്ടാണ്. മാരേജിന്റെ പർപ്പസ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, അത് ഒരു പർപ്പസ് ആയിരിക്കാം. കമ്പാനിയൻഷിപ്പ്, ഇന്റിമസി, അതിന്റെ കൂടെ മറ്റൊരു പർപ്പസ് ദൈവം ബിഗിനിങ്ങിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ, റീപ്രൊഡക്ഷൻ. അപ്പം വിവാഹത്തിന്റെ പർപ്പസ് കമ്പാനിയൻഷിപ്പ് ഉണ്ട്, ഇന്റിമസി ഉണ്ട്. പിന്നെന്താ? ഈ ലോകത്തിലെ എല്ലാവരും ഹോമോസെക്ച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ വരുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പർപ്പസിനെതിരാണ്, ദൈവത്തിന്റെ പ്ലാനിനെതിരാണ്, ദൈവരാജ്യത്തെ ആളുകൾക്ക് ഡിനായ് ചെയ്യുന്നതാണ്. മാത്രമല്ല, നിത്യനരകത്തിലേക്ക് വിടാൻ സഭ ഒരു കാരണവശാലും ഒരു വ്യക്തിയെയും